കല്യാണം ആലോചിക്കുമ്പോൾ അങ്ങനെ അവൻ അഭിഷേകം പ്രാപിച്ചായിരുന്നു. പിന്നെ സഭായത്തിന് വരുമോ? അയ്യോ, അവൻ ആ സഭാകളിൽ തുറക്കുകയും പൂട്ടുകയും ചെയ്തു. രണ്ടാമത് പറഞ്ഞവർ മിക്കടത്തും ഉണ്ടേതാ, അവർ പൂട്ടിയേച്ച് പോയി. മറ്റേ ഗ്രൂപ്പുകാർ പുതിയതാഴ് അത് തല്ലിപ്പറിച്ചേച്ച് പുതിയതായിട്ട് അവന് സംഭവം പിന്നെ വന്ന പെടാതെ പുതിയതാ ഒന്ന് ഇവൻ ഇത് അടിച്ചു പറിച്ച് അവസാനം ദൂതന്മാർ വരേണ്ട സ്ഥലത്ത് പോലീസ് എല്ലാം കൂടെ വന്ന് നിങ്ങൾ 8 മുതൽ 10 വരെ കയറിയാട്ടെ, പോലീസ് തോക്കുമായിട്ട് അവിടെ നിൽക്കുക. വല്ല കാര്യമുള്ള കാര്യം. പാസ്റ്റർ പറ, കർത്താവേ ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന ആരാ? കുനിഞ്ഞു നോക്കുന്ന പോലീസ് ആടാ. നീ അവിടെ നിന്ന് വല്ല വിക്രിയ കാണിക്കുന്നുണ്ടെന്ന്. സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. വളരെ പരിചിതമായ വേദഭാഗമാണ്. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഈ 2-ാം അധ്യായത്തിന്റെ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യശകലങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി ശാന്തമായിട്ട് ചിന്തിക്കാം. ആ വാക്യങ്ങൾ വിട്ടുപോകുന്നില്ല. ആ വാക്യത്തിനകത്ത് നിന്ന് ചില കാര്യങ്ങൾ ലളിതമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഈ പറയുന്ന കാര്യമെല്ലാം പെന്തിക്കോസുകാരായ പ്രിയപ്പെട്ടവർക്കെല്ലാം അറിവുള്ള കാര്യമാണ്. അത് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോഴും അറിയാം. എല്ലാം അറിഞ്ഞ് നമ്മളെല്ലാം തികഞ്ഞിരിക്കുന്നവരാ. അപ്പം അതുകൊണ്ട് നിങ്ങളോടല്ല കൂടുതലും പറയുന്നത്. പുറത്ത് വേറെ അക്രൈസ്തവരോ നിരീശ്വരവാദികളോ മറ്റുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടെന്ന് ഇത് മനസ്സിലാക്കണം. അപ്പം തന്നെ നമുക്കും കൂടെയുള്ള ദൂത ഇന്ന് രാത്രി ഒന്നിച്ച് ചിന്തിക്കണം. ദൈവദാസന്മാരിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. സ്തോത്രം. നിങ്ങളെ അനങ്ങാതെ മിണ്ടാതെ ഒന്നും ഇരിക്കരുത്. സ്തോത്രം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇടയ്ക്ക് ഒരു സ്തോത്രം പറയുന്നതുകൊണ്ട് വിലക്ക് ഒന്നും വീഴുകയില്ല, ഗുണം വരിക. അപ്പം നമുക്ക് ഒന്നിച്ച് ദൈവത്തെ, എൻ്റെ ഒരു പ്രകൃതി ആര് പ്രസംഗിച്ചാലും ഞാൻ സ്തോത്രം പറയുക, വാക്യം വായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. ഞാനങ്ങനെ ചെയ്യും. ഒരു വചനം കയറ്റി നിർത്തിയാലും ഞാൻ അവനെ ഉത്സാഹിപ്പിക്കും. സ്തോത്രം. അപ്പം ഈ ഒന്നേ പഴുക്കാവൂ എനിക്ക് കിട്ടാവൂ എന്നുള്ള ചിന്ത ഉണ്ടാകരുത്. എല്ലാം പഴുക്കണം, എല്ലാവർക്കും കിട്ടണം. അപ്പം നിങ്ങളും എല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൂരത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വലിയ കൃപയും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് ഈ സമയം വരെ നിൽക്കുന്നത്. ഇനി എൻ്റെ ഭാഷയെ പറഞ്ഞ ഒരു ചുവടുകൂടെ വെക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അത്യാവശ്യമാണ്. അതുകൊണ്ട് ഓർക്കുന്ന സമയത്ത് എല്ലാ പ്രിയപ്പെട്ടവരും എളിയയും കുടുംബത്തെയും വിശേഷിച്ച ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കൂട്ടുവേലക്കാരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഇവിടെ തീത്തോസിന്റെ ലേഖനം 2:11 മുതൽ 14 വരെ നമുക്കറിയാം. പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ ഈടുറ്റ ലേഖനങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട 2 ലേഖനമാണ് തിമത്തിയോസിന്റെ ലേഖനവും തീത്തോസിന്റെ ലേഖനവും. ഇത് പൊന്തിപ്പിക്കൽ ലെറ്റേഴ്സ് എന്നാ സാധാരണ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇടയലേഖനങ്ങൾ അല്ലെ, അവരിറക്കുന്നതല്ല, അത് വേറെ ഉന്നം വെച്ചിറക്കുന്നതാണ്. ഇത് ഇടയലേഖനങ്ങൾ. അങ്ങരിക്കുമ്പോൾ അവിടുന്ന് ഒരു ലേഖനം വരും, അതിനനുസരിച്ചായിരിക്കും. അതുകൊണ്ട് നേതാക്കന്മാരെല്ലാം അങ്ങോട്ട് ഓടുക, നമ്മുടെ അടുക്കലോട്ട് ആരും വരുന്നില്ല. കാരണം നമ്മൾ അങ്ങനത്തെ ലേഖനം ഇറക്കുന്നില്ല. ഇപ്പം നമ്മുടെ ആൾക്കാർ പുച്ഛം അങ്ങനത്തെ ലേഖനം ഇറക്കുന്നെന്നാ തോന്നുന്നു. പതൊക്കെ ഒരു ചെറിയ ഒരു വാങ്ങല് ചായ്വ്, അതാ എനിക്ക് ആ പദം കിട്ടില്ല, മണ്ണത് ഗുണമായി. ഒരു ചായ്വ്. സ്തോത്രം. ചായ്വ്. ജനപ്രതിനിധികളെ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യണം. പക്ഷെ നമ്മുടെ വ്യവഹാരം നടത്തുന്നത് ദൈവമാണ്. സ്തോത്രം. നമ്മുടെ മുഴുവൻ വ്യവഹാരം നടത്തുന്നത് ദൈവം. ആ ഭാഗം ഇപ്പൊ എടുക്കുന്നില്ല. അപ്പോൾ ഈ പൊന്തിപ്പിക്കൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ പൗരോഹിത്യ ലേഖനങ്ങൾ ഇടയ ലേഖനങ്ങളാണ്. അതാണ് തിമത്തിയോസിന്റെ 1-2 ലേഖനവും തീത്തോസിന്റെ ലേഖനവും. ആ ഭാഗം വിവരിക്കുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ലേഖനമാണ് തീത്തോസിന്റെ ഈ ലേഖനം. വിശ്വാസത്തിൽ നിജപുത്രനായിരുന്നു. ഇദ്ദേഹത്തെ പൗലോസ് ക്രേത്തയിൽ ആക്കി. ആ ഭാഗത്തേക്ക് നമുക്ക് വരാം. മക്കളെ, നിങ്ങൾ ഇടയ്ക്കിടെ ഓടിപ്പോരുത്, അവിടെ ഇരിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, എനിക്ക് വളരെ നിർബന്ധമാണ്. യോഗം തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെ അധ്യക്ഷനോട് നേരത്തെ പറയണം, ഞാൻ ഇടയ്ക്കൊന്ന് പോകും. അത് കുഞ്ഞുങ്ങളല്ലേ, ആരാന്നില്ല.
ഇത് നമ്മുടെയൊക്കെ സഭകളിൽ മിക്കടത്ത് അങ്ങ് കാളകളിയാ. തോന്നുമ്പം വരിക, തോന്നുമ്പം പോവുക. അത് ശരിയല്ല. അത് ഇവിടെ നിന്നല്ല, മൊത്തത്തിലാണ് ഞാൻ പറയുന്നത്. അത് ശുശ്രൂഷകന്മാർ കർക്കശമായിട്ട് അത് കാര്യം ഇപ്പം അവർക്കും പറയാൻ മേല ഉടനെ ട്രാൻസ്ഫർ ആക്കി കളയും. അതുങ്ങളും പേടിച്ച് വല്ല ജാതി 3 കൊല്ലം എങ്ങനെയും തേക്കണം ഓർത്ത് അതുങ്ങൾ പിന്നെ നിങ്ങൾക്ക് പറയാൻ മേലത്തൊക്കെ എന്നെ ഏൽപ്പിച്ചാൽ മതി, ഞാനതിൻ്റെ പരുവത്തിന് പറഞ്ഞോളാം. നിങ്ങൾ പറഞ്ഞൊരു വിഷയം ഉണ്ടാക്കണ്ട, നമ്മൾ അതിനൊക്കെ ആ ദൈവം എന്നെ ഈ പരുവത്ത് വിട്ടേക്കുന്നത്. ഇനിയിപ്പം ഞാൻ പറഞ്ഞാലേ ഇത് ഏക്കുള്ളൂ, നിങ്ങൾ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. നിങ്ങൾ അതിൻ്റെ പരുവത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഈ തീത്തോസിന്റെ ലേഖനം ഇത് ഇടയലേഖനങ്ങളിൽ പെട്ടതാ. ആട്ടെ, ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ഓരോ അധ്യായത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഓരോ കാര്യങ്ങൾ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. യേശു ക്രിസ്തുവിന്റെ, അതാണ് 11-ാം വാക്യം. ഒന്നുകൂടെ വായിച്ചേ ശിവ പാസ്റ്ററെ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശ. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം, ഭാഗ്യകരമായ പ്രത്യാശ. അത് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ക്രിസ്ത്യാനികളുടെ ദൈവമല്ല യേശു. ഹൈന്ദവരുടെ മാത്രമല്ല, മുസ്ലിം സഹോദരന്മാരുടെ അല്ല, അങ്ങനെ ധരിക്കരുത്. ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും ആമൻ ദൈവമാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചത് ഒരു വിഭാഗത്തെ മാത്രം ഉദ്ധരിക്കാനല്ല, മുഴു ലോകത്തെയും രക്ഷിക്കാനാണ്. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ഒരാളിൽ നിന്ന് ഉത്ഭവിച്ചെന്ന പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ലയോ സന്നിച്ച? അതെ. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവനുള്ള വാക്ക്. നമ്മളെല്ലാം ഒരപ്പൻ്റെ മക്കളാ. അംഗീകരിക്കുകയല്ലെന്ന് എനിക്കറിയാം. നോട്ടോ ഇരുമ്പും കാണും പറയാം, അയ്യോ ഞങ്ങൾ അങ്ങനൊന്നുമല്ല, ഞങ്ങൾ ഏത് കുടുംബമാണെന്ന്. കുടുംബത്തിൻ്റെ വിജയമായിട്ട് ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. വല്ലതും പറയാനുണ്ട്, കാൽവരി ക്രൂശിൽ പ്രശംസിച്ചോണം. സ്തോത്രം. യേശുവിന്റെ ക്രൂശിൽ പ്രശംസിച്ചോണം ഒരു ദൈവ പൈതൽ. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യവർഗത്തെ, മനുഷ്യജാതിയെ ഉളവാക്കി. പിന്നെ മനുഷ്യന്റെ പാപവും ഈ ക്രമക്കേടും വഴിവിട്ടുള്ള ജീവിതവും ഭക്ഷണക്രമവും ഭൂപ്രകൃതിയുടെ ഈ രീതികളും പിന്നെ എന്ന് പറഞ്ഞ കാലാവസ്ഥയുടെ വ്യതിയാനവും ഭക്ഷണക്രമവും തൊഴിലും സംസാര രീതിയും ഉൽപ്പത്തി 11 നമുക്കറിയാം. ഭാഷ കലങ്ങി ഈ കലക്കോ ഒക്കെ വെച്ച പല ജാതികളായിട്ടത് ഇതെല്ലാം നമ്മൾ ഒപ്പിച്ചതാ. ദൈവം അറിഞ്ഞ കേസേ അല്ല. ദൈവം ഒറ്റ ഒരുത്തനെ ആദ്യം സൃഷ്ടിച്ചത്. അത് മണ്ണ് കൊണ്ട് കുരങ്ങൻ കുഞ്ഞായി വന്നതും അല്ല, മണ്ണ് കൊണ്ട് ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പോൾ ആ ഒരുത്തനിൽ നിന്നാണ് സകല മനുഷ്യജാതിയും ഇന്ന് ഭൂമിയിൽ പാർക്കുന്നത്. പിന്നെ ഏറ്റക്കുറച്ചിലൊക്കെ മനുഷ്യർക്കുണ്ടാകും. അതുകൊണ്ട് പൗലോസിന്റെ ഭാഷ പദം ഞാൻ കടമെടുക്കുക, ഞെളിയാതെ ദൈവത്തെ ഭയപ്പെട്ടോണം. ഒറ്റ ഒരുത്തനിന്ന മുഴുവനെണ്ണോ ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഏത് ജാതിയിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാം, യേശു ക്രിസ്തുവിനെ ആരാധിക്കാം, യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരാം. ആരെയും കർത്താവ് തള്ളിക്കളയല്ല. കുഞ്ഞുങ്ങൾക്ക് യേശുവിൻ്റെ അടുക്ക വരാം. യേശു പറഞ്ഞില്ല അവരെ തടയരുതവരെ. പിള്ളേർക്ക് വരാം, പെൺപിള്ളേർക്ക് യേശുവിൻ്റെ അടുക്ക വരാം, 18 കഴിഞ്ഞവർക്കും വരാം. ജോഡി ഒറ്റയ്ക്ക് യേശുവിൻ്റെ അടുക്ക വരാം. ചിലർ 5-6 പേരുമായിട്ടാണ് നിൽക്കുന്നത്, കാരണം ഒറ്റയ്ക്ക് നിർത്താനും കൊള്ളുകയല്ല ചിലരെ. യേശു ഒറ്റയ്ക്കല്ലേ, ആ ശമരിയാക്കാരിയുമായിട്ട്. ശിഷ്യന്മാരെല്ലാം ഭക്ഷണം കൊള്ളാൻ കടന്നു. മണിക്കൂറുകൾ സംസാരിച്ചല്ലോ. സംസാരിക്കും തോറും അവക്ക് ആവേശം വർദ്ധിച്ച് അവിടുത്തെ ഒന്നുകൂടെ രുചിച്ചറിയുക. ആദ്യം മനസ്സിലാക്കിയത് ഒരു യഹൂദൻ. അല്പം കഴിഞ്ഞപ്പോൾ മനസ്സിലായി യഹൂദൻ മാത്രമല്ല ഇദ്ദേഹം പ്രവാചകനാ. സ്തോത്രം. അങ്ങനെ സംസാരത്തിന്റെ മൂർധന്യാവസ്ഥ വന്നപ്പോൾ ഓടിയുള്ളവർ അവർക്ക് മനസ്സിലായി മിശിഹായാണെന്ന്. അന്നേരം കൂടെ വെച്ച് ചോടി പട്ടണത്തിൽ ചെന്ന് കണ്ടവരോടെല്ലാം പറഞ്ഞു, ഞാൻ മിശിഹായെ കണ്ടെത്തി.
അതാ യേശുവിൻ്റെ വിശേഷത. സ്തോത്രം. കൊച്ചുങ്ങൾക്ക് വരാം, കുഞ്ഞു പെൺപിള്ളേർക്ക് വരാം, 18 സഹോദരിക്ക് വരാം, 18 കഴിഞ്ഞ അമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ യൗവനക്കാർക്കും എല്ലാം യേശുവിനിടയ്ക്ക് വരാം. ഇങ്ങോട്ട് എടുക്കരുത്, അതിലേ പൊക്കണമെന്നൊന്നും യേശു പറയുകയില്ല. യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലത്തും എത്രയോ സഹോദരിമാർ കർത്താവിൻ്റെ കൂടെ കർത്താവിനെ ശുശ്രൂഷിച്ചു. മറിയ, മറ്റെല്ലാക്കാര്യത്തിൽ മറിയ, സൂസന്ന, യോഹന്ന, ശലോമി എന്ന് വേണ്ട സഹോദരിമാരെല്ലാം മാന്യമായിട്ട് ശുശ്രൂഷിച്ചു. കർത്താവ് അവരോടെല്ലാം മാന്യമായിട്ട് ഇടപെടുകയും ചെയ്തു. സഹോദരന്മാർക്ക് യേശുവിൻ്റെ ഇടയ്ക്ക് വരാം. യേശു ക്രിസ്തു ഇരിക്കുന്നിടത്തോട്ട് തന്നെ ചെല്ലണമെന്നില്ല. നമ്മുടെ വീട്ടിൽ വരുന്നവനായി യേശു. അവൻ ശിമോന്റെ വീട്ടിൽ വന്നപ്പോൾ അങ്ങനെ വീട്ടിൽ യേശു, നീ ഇരിക്കുന്ന ഇടത്ത് യേശു വരും. യേശുവിനെ എടുത്തോണ്ടാരും പോകണ്ട, യേശു നടന്നു വന്നോളൂ. അവിടുന്ന് ജീവനുള്ള ദൈവമാണ്. ഇന്ന് രാത്രിയിലും അവിടുന്ന് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. മാറത്ത് പൊൻകച്ച് കെട്ടുവനായി, ചുട്ടുപടിപ്പച്ച വെള്ളോട്ടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വലങ്കി പിടിച്ച് നിലവിളക്കയുടെ നടുവിൽ നിലയങ്കി ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അനുഭവിക്കുന്നവരെയും അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, മുഴു ലോകത്തിന്റെ ദൈവമാണ്. പിന്നെ ആൾക്കാർ ഇങ്ങനെ പകുത്തൊക്കെ വെച്ചിരിക്കുന്നത്, ഞങ്ങളുടെ യേശു, ഇത് കത്തോലിക്കരുടെ യേശു, അത് യാക്കോബക്കാരുടെ യേശു, ഇത് മാർത്തോമക്കാരുടെ യേശു, ഇത് പെന്തിക്കോസുകാരുടെ യേശു, ഇത് ബ്രദറുകാരുടെ സെപ്പറേറ്റ് യേശു, ഇത് TPM-കാരുടെ സ്പെഷ്യൽ യേശു. അങ്ങനൊന്നുമില്ല. നിങ്ങൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. യേശു ക്രിസ്തു ഒരുവനേ ഉള്ളൂ, അത് മുഴു ലോകത്തിൻ്റെ ദൈവമാണ്. അതുകൊണ്ടാണല്ലോ എനിക്കും ഈ മാർഗത്ത് വരുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് ഇന്ന് രാത്രി അറച്ചും മടിച്ചും അകന്നു നിൽക്കാതെ യേശുവിൻ്റെ അടുക്ക വാ. നിന്റെ സകല പ്രശ്നങ്ങൾക്കും അവിടുന്ന് പരിഹാരം തരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത, ഭാഗ്യകരമായ പ്രത്യാശ. യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചു. അതെന്തിനാ അവതരിച്ചത്? സകല മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ. ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ഈ ലേഖനത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ഒന്ന് ചിന്തിക്കാം. അപ്പൊ ഈ ക്രേത്തയിൽ പൗലോസ് തീത്തോസിനെ ആക്കി വെച്ച് പോയി. അതെന്തിനാന്ന് ചോദിച്ചാൽ, 1-ാം അധ്യായം പഠിക്കുമ്പോൾ ഈ ചിലരുടെ വായെ അടയ്ക്കണം. അതിനാ ശുശ്രൂഷകനെ അവിടെ ആക്കി വെച്ച് പോയത്. ചിലരുടെ വായെ അടയ്ക്കണം. 11-ാം വാക്യം വായിച്ച 1:11. വിശേഷാൽ വൃഥാവാചന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരെ പറ്റുമുണ്ടല്ലോ. 1:11. വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ അവരുടെ വായ അടയ്ക്കേണ്ടതാകുന്നു. അവരുടെ വായ അടയ്ക്കേണ്ടതാകും. അതാ 11-ാം വാക്യം. അവരുടെ വായ് ദുരാദായം വിചാരിച്ച് അവരുടെ വായ് അടയ്ക്കേണ്ടതാകുന്നു. അപ്പൊ ഈ തീത്തോസിനെ ക്രേത്തയിലാക്കി വെച്ച് പോകുന്നത് ചിലരുടെ വായെ അടയ്ക്കണം. ആരുടെ വായ അടയ്ക്കണം? 10-ാം വാക്യം. വൃഥാവാചാരന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരുമുണ്ടല്ലോ. വഴങ്ങാത്ത കുറെ കക്ഷികളുണ്ട്. അതെല്ലായിടത്തും ഉണ്ട് വഴങ്ങാത്തവര്. നമ്മുടെ വീട്ടിലുണ്ട് വഴങ്ങാത്തവര്. എന്ത് ചെയ്താ പെമ്പള വഴങ്ങുകയല്ല, എന്ത് ചെയ്താ മാപ്പിളയും വഴങ്ങുകയല്ല, കൊച്ചുങ്ങളോട്ടും വഴങ്ങുന്നില്ല. പ്രായമുള്ളതള്ള 85 അത് ലേശം വഴങ്ങുകയല്ല, പിടിവാശിയായിട്ടിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അദ്ദേഹം ഇവിടെ പൊതുവിൽ പ്രസ്താവിച്ചില്ല. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രഗത്ഭരായ കർത്തദാസന്മാർ നല്ല രീതിയിൽ സുവിശേഷം ഇവിടെ വിതറി. അതോർത്ത് ദൈവത്തിന്റെ മഹത്വം. ദൈവം അവർക്കെല്ലാം ദീർഘായുസ് കൊടുത്ത് ബലപ്പെടുത്തട്ടെ. ഇന്ന് സുവിശേഷമുണ്ട്, പിന്നെ അറിയാമല്ലോ ചില ക്രമീകരണമൊക്കെ വരുത്തണം. അപ്പം ആ പരുവത്തിനായിരിക്കും ഇന്ന്. സ്തോത്രം. യോഗം കൂടി ആരും നരകത്തിൽ പോകരുത്. അധികം യോഗം കൂടാൻ ഒത്തില്ലെങ്കിൽ ഒറ്റ യോഗമേ കൂടിയുള്ളല്ലോ അങ്ങ് ചെല്ലണം. കണ്ടമാനം യോഗം കൂടി ഏറെ അങ്ങ് അങ്ങോട്ട് പോകുന്നല്ലേ നല്ലത്. 1-2 യോഗമേ കൂടാനൊത്തുള്ളെങ്കിലും അങ്ങ് കാണുന്നതാ വിഷയം. അപ്പൊ ഈ ക്രേത്തയിൽ നിന്നെ ആക്കിയേച്ച് പോകുന്നതിന് ചില ക്രമീകരണങ്ങൾ വരുത്തണം. 1, ചിലരുടെ വായെ അടയ്ക്കേണ്ടതാവും. ചുമ്മാ ഈ വിടുവാ പറയുക. വൃഥാവാചാലന്മാർ, ഒരു പ്രയോജനമില്ല. ചുമ്മാ ഈ ഞാനൊരു ഭാഷ പറയും, അത് ഭാഷ അത്ര നല്ലതല്ലെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പിന്നെ എന്നെപ്പറ്റി നല്ല ധാരണയുണ്ടല്ലോ, അയാൾക്ക് വിവരവും ബോധവും ഇല്ലെന്ന്. അപ്പൊ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ചുമ്മാ ഈ ചപ്പളാത്തി അടിച്ചു കിടക്കുന്നവരുണ്ട്. ഒരു കടമ്പുമില്ല. ഞാൻ ദൈവദാസന്മാരോടും ദൈവമക്കളോടും പറയാം, നിന്റെ വായിൽ നിന്ന് വിശ്വാസത്തിന്റെ വാക്ക് വരണം.
നിരാശയുടെയും പരാജയത്തിന്റെയും തകർച്ചയുടെയും വാക്ക് വരരുത്. ഒരു രോഗിയെ കണ്ടു, അന്നേരം അയ്യോ ഇത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുതെന്നല്ല പറയേണ്ടത്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുമെന്ന് പറയണം. നിരാശയോടെ ഒരുത്തൻ നമ്മുടെ അടുക്ക് വന്നു, അയ്യോ ഞാനും ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു, നമുക്ക് എന്നാ ചെയ്യാനാ? അങ്ങനല്ല, ദൈവം നിന്റെ രട്ടടിച്ച് സന്തോഷം ഉടിപ്പിക്കും. നിന്റെ വിലാപത്തെ ദൈവം നൃത്തമാക്കി തീർക്കും. നിന്റെ പ്രശ്നങ്ങൾക്ക് യേശു പരിഹാരം തരും. യേശു സമാധാനം തരുന്ന ദൈവമാ. അന്യോന്യം ധൈര്യപ്പെടുത്തണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് വിശ്വാസികളുടെ മനസ്സ് തകർക്കരുത്. സ്തോത്രം. വിശ്വാസത്തിന്റെ വാക്ക് പറയണം. അപ്പോൾ വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്ത പലരുണ്ട്. വീട്ടിൽ വഴങ്ങാത്തവരുണ്ട്, സഭയ്ക്കകത്തുണ്ട് വഴങ്ങാത്തവർ. എന്ത് ചെയ്താൽ എട്ടിൽ വേണ്ടി അടുക്കാത്ത ആൾക്കാർ സഭയ്ക്കകത്ത് ഉണ്ട്. മിക്കതും കമ്മിറ്റിയില്ല, വഴങ്ങുകയല്ല. കാര്യം ആലോചിക്കുമ്പോൾ ചാടി മിറ്റത്തിറങ്ങും, മുണ്ടും പൊക്കി കുത്തി അവിടെ നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ നിൽക്കുക, മുൻകാലിങ്ങനെ അനക്കി, വഴങ്ങുകയല്ല. ഇപ്പൊ പിന്നെ പാസ്റ്റർമാർക്ക് വലിയ പേടിയാ, ഉടനെ അങ്ങ് എടുത്ത എല്ലാം കുത്തിയിരുന്ന് മുതുപാതിരാക്കിയിരുന്ന്, എടാ നീ കിടന്നുറങ്ങേ. കൂട്ടുവിശ്വാസിയും കൂട്ടു സഹോദരനെയും കൂട്ടുവേലക്കാരെ പറ്റി എഴുതിയ നിന്റെ അസ്ഥി ഒടിക്കും. നിനക്ക് ദൈവം നിന്നെ പാടില്ല. സ്തോത്രം. പാടില്ല. വഴങ്ങാത്ത ഒത്തിരി എണ്ണമുണ്ട്. അത് വീട്ടിലുണ്ട്, സഭയ്ക്കകത്തുണ്ട്, നാട്ടിലുമുണ്ട്. അപ്പൊ തീത്തോസിന് ഇത് സഭയോടുള്ള ദൂതായത് കൊണ്ട് തീത്തോസിനോട് പറയുക, നിന്നെ ഇവിടെ ആക്കിയത്, ക്രേത്തയിലാക്കിയത് ഇങ്ങനെയുള്ളവരുടെ വായെ അടയ്ക്കണം. ആവശ്യമില്ലാത്ത പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. ചിലര് സാക്ഷി, ഇപ്പോഴൊക്കെ സാക്ഷി കുറവാ. പണ്ടൊക്കെ നമ്മുടെ സഭകളിൽ ഇഷ്ടം പോലെ സാക്ഷ്യമാണ്. നിന്നിങ്ങനെ കറങ്ങും, നല്ലവനും വല്ലവനും വിശ്വസ്തനും ഹല്ലേലൂയ, അത്ര നീട്ടേണ്ട ഒരു കാര്യമില്ല, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മതി. ഇന്നങ്ങ് കറങ്ങുക. ഈ പറയുന്നത് മിക്കതും അവിശ്വാസവും നിരാശയാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചില പറയാ 35 കൊല്ലമായി കൃപയിൽ വന്ന് ഇന്ന് വരെ ഒരു വിടുതലുണ്ടായിട്ടില്ല. എന്നാ നീ എഴുന്നേക്കായിരിക്കണ്ടേ? വിടുതലുള്ളവൻ എഴുന്നേക്കട്ടെ. സ്തോത്രം. അങ്ങനെയുള്ളവരുണ്ട് എന്ന് പറയണം. വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരും വഴങ്ങാത്തവരുമായ പലരുണ്ട്. അവരുടെ വായ അടയ്ക്കണം. ഞാൻ സഭയുടെ പേരൊന്നും പറയുന്നില്ല. ചില സഭയിലുണ്ട്, ഈ ട്യൂണ് മാറിയ ഉടനെ തമ്പറിന് ഒരു അടി അടിക്കും, അന്നേരം അവിടെ ഇരിക്കും. എവിടാന്ന് എന്നോട് ചോദിക്കരുത്, നിങ്ങൾക്ക് മനസ്സിലായി കാണും, അറിയാമല്ലോ. അവിടെ അങ്ങനെ തന്നെയല്ല, തമ്പേറും അവരുടെ ചുമതലപ്പെട്ടതല്ല. അല്ല ചുമ്മാ വരുന്നവനെല്ലാം തമ്പേറെടുത്ത് അടിക്കുകയല്ല. അവിടെ പോയി പുറകെ ഇരുന്നെങ്ങാനും കൈയടിച്ച് ബലപ്പെട്ടുണ്ട്. തമ്പേറൊക്കെ അടിക്കാൻ ഇവിടെ ആളുണ്ട്. മനസ്സിലായോ? ഇത് നമ്മുടെ ചില, ഞാൻ ഇന്ന് പകലും പ്രസംഗിച്ച്, നമ്മുടെ ചില സഭയെ തമ്പേറടിക്കാൻ, അത് സഭ തുടങ്ങിയ കാലം മുതലേ അച്ചാൻ, ഇയാൾക്ക് താളവും ഇല്ല, ബോധമില്ല, ടുണ്ടുണ്ടുണ്ടുണ്ടും. ഈ തമ്പേറയുടെ കൊടുക്കത്തുമില്ല, ഇയാൾ അടിച്ചാൽ ശരിയാകുകയെ ഇല്ല. തമ്പേറങ്ങാനും വേണ്ടി അയാൾ സഭ വിട്ടു പോവുകയും ചെയ്യും. അത് പേടിച്ച് പേടിയാ. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തോ അമ്മയെ പറഞ്ഞേ, അമ്മയുടെ ആണ്ട് പറഞ്ഞല്ലേ സഹോദരി പുറകെ ഇരുന്ന്, നമ്മുടെ ഇവിടെ തമ്പരടിക്കുന്ന അച്ഛൻ്റെ കാര്യമാണോ? അതൊന്നും അല്ല ഞാൻ പറഞ്ഞേ, ഞാൻ പൊതുവിലങ്ങ് പറയുക. നിങ്ങളത് ഏറ്റെടുക്കണ്ട, അതൊക്കെ ആവശ്യമുള്ളവർ ഇവിടെ കാണാം, അവരെ ഏറ്റെടുത്തോളും. അപ്പോൾ വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരും വഴങ്ങാത്തവരുമായി ചിലരുണ്ട്. അവരുടെ വായെ അടയ്ക്കണം. അതാണ് 1-ാം അധ്യായത്തിൽ. ഞാൻ വിസ്തരിക്കുന്നില്ല. 2-ാം അധ്യായത്തിൽ പൗലോസ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, സകലത്തിലും നമ്മെ തന്നെ മാതൃകയാക്കണം. 2-ാം അധ്യായത്തിന്റെ 7-8 വായിച്ചേ. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ല. വിരോധി നമ്മെ കൊണ്ടൊരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തിക്ക് മാതൃകയാക്കി കാണിക്കാം. സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തിക്ക് മാതൃകയാക്കണം. അപ്പൊ 2-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒന്ന്, സകല വിഷയത്തിലും നിന്നെ തന്നെ മാതൃകയാക്കണം. അത് ഈ ആരാധന മാത്രമല്ല, എല്ലാ മേഖലയിലും മാതൃകയുണ്ടായിരിക്കണം. ചർച്ചിൽ വരുന്ന 2-3 മണിക്കൂർ മാത്രമല്ല പെന്തിക്കോസ് മാതൃക, 24 മണിക്കൂർ മാതൃകയായിരിക്കണം. സംസാരത്തിലും ഇടപാടിലും കൊടുക്കവാങ്ങലിലും സഹകരണത്തിലും ചെയ്തികളിലും ചെയ്വനകളിലും എല്ലാം സകല വിഷയത്തിലും മാതൃകയായിരിക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നത് കൊണ്ട് ഇപ്പൊ അവിടെ തൊടുന്നില്ല. സ്തോത്രം. അപ്പൊ 1-ാം അധ്യായത്തിൽ ചിലരെ വായ അടയ്ക്കണം. 2-ാം അധ്യായത്തിൽ സകലത്തിലും മാതൃകയോടെ ജീവിക്കണം.
3-ാം അധ്യായത്തിലെ പൗലോസ് പറയുക, തർക്കവും വാദവും എല്ലാം ഒഴിഞ്ഞു നിന്നേക്കണം. ആവശ്യമില്ലാത്ത തർക്കത്തിന് 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ചേ. മൗഢ്യതർക്കവും വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെ കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്കാം. അതങ്ങ് ഒഴിഞ്ഞു നിൽക്കണം. ഇങ്ങനെയുള്ള ആ വിഷയങ്ങൾ ചെന്ന് ചാടരുത്. മൗഢ്യതർക്കവും ചുമ്മാ ഈ ആവശ്യമില്ലാത്ത വംശാവലി. ചിലരെല്ലാം ഈ വലിയ ഇഷ്ടമായി ഈ വംശാവലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ അപ്പച്ചന്റെ 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 അപ്പച്ചൻ. എന്തിനാ? നമുക്കെല്ലാവർക്കും കൂടി ഒരു പിതാവല്ലേ ഉള്ളൂ, സ്വർഗസ്ഥൻ. ഒരേ ഒരു രക്ഷകനല്ലേ ഉള്ളൂ, യേശുക്രിസ്തു. ഒരേ ഒരു നായകനല്ലേ ഉള്ളൂ, യേശുക്രിസ്തു. ഒരേ ഒരു രക്ഷിതാവല്ലേ ഉള്ളൂ, യേശുക്രിസ്തു. അതല്ലേ ഏറ്റവും ശ്രേഷ്ഠം. അപ്പൊ ആവശ്യമില്ലാത്ത മൗഢ്യതർക്കവും വംശാവലികളും ഈ കെട്ടുകഥ ഇതെല്ലാം അങ്ങ് ഒഴിഞ്ഞു നിൽക്കണം. തർക്കം പാടില്ല. തർക്കം ദൈവസഭയ്ക്കില്ലെന്നാ പൗലോസ് എഴുതിയേക്കുന്നത്. ഒരുവൻ തർക്കിക്കാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ നമുക്കില്ല. ഒഴിഞ്ഞങ്ങ് മാറിയ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തർക്കമെന്നല്ല, ഇപ്പൊ അതിന് ഖണ്ഡനമെന്നൊക്കെ, അത് ചുമ്മാ ഈ വിഷയം ഒരു സബ്ജക്റ്റ് എടുത്ത് അത് പറയല്ല. ജയിക്കാതെ വരുമ്പോ പിന്നെ റൂട്ട് മാറ്റുക. നിന്റെ ചരിത്രം എനിക്കറിയാം ഉണ്ടോ, ഉടനെ നേരെ ആ ചരിത്രം പറയാനാണോ തുടങ്ങിയത്? ആണോ? മഹോദരവത്തിന് മുമ്പ് യേശു വരുമോ, അത് കഴിഞ്ഞ് വരുമോ, അതിനിടയ്ക്ക് വരുമോ? ഇതായിരുന്നു വിഷയം. അവസാനം വന്ന് നിന്നത് നിന്റെ ചരിത്രം എനിക്കറിയാമെന്ന്. അപാകത കണ്ടോ? ഉടനെ അവൻ ഇങ്ങോട്ട് നിന്റെ ചരിത്രം എന്നെ കൊണ്ട് അധികം കുഴഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒഴിഞ്ഞു നിന്നേക്കണം. പണ്ടൊക്കെ ഖണ്ഡനം നടത്തും, അത് പ്രതിപക്ഷ ബഹുമാനത്തോടാ ഖണ്ഡനം. അതാ, മറ്റു കാര്യം ഒന്നും പറയത്തില്ല, ആ സബ്ജക്റ്റാ. ഇന്ന് ഞാൻ ചിലത് ശ്രദ്ധിക്കാറുണ്ട്, സബ്ജക്റ്റ് വിട്ടാ ഉപദേശത്തിൽ കയറി അവസാനം പിന്നെ ഉപദേശമല്ല പറഞ്ഞ് വേറെ വിഷയമാണ് പറയാന്, പിന്നെ വ്യക്തിഹത്യ നടത്തും. പാടില്ല. ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. നിങ്ങളുടെ നോട്ടോ ഇരിപ്പം കണ്ടിട്ട് ഇതൊന്നും ഇവിടെ പറഞ്ഞ എറിക്കുകയല്ലെന്നാ, എറിക്കുന്നിടത്തോട്ട് പോകാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇതെല്ലാം അങ്ങ് ഒഴിഞ്ഞിരിക്കണം. അപ്പൊ ഈ കാരണങ്ങൾക്ക് പൗലോസ് അവിടെ തീത്തോസിനെ ആക്കിയത്. ആട്ടെ, ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല. എടുത്ത വിഷയം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെ ആ ഭാഗത്ത് വായിക്കുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ആ ഭാഗ്യകരമായ പ്രത്യാശ, നമ്മുടെ പ്രത്യാശ, ഈ നമ്മുടെ പ്രത്യാശ പോലെ പ്രത്യാശയുള്ള ഒരു ഇനം ഈ ലോകത്തിലില്ല. ആരോട് പറയാൻ? നമ്മുടെ പ്രത്യാശയെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു. എങ്ങനെ? വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവർ. നമ്മുടെ ഞാൻ ഉദ്ദേശിച്ചത് ആത്മസ്നാനം പ്രാപിച്ചവർ. ആ പദം പറയുന്നത് വിവാദമായെന്നാലും മനസ്സിലാകാൻ അഭിഷേകം പ്രാപിച്ചവര്. അഭിഷേകം എന്നുള്ള പദം പറഞ്ഞാൽ കയറി കൊത്തും, അതെനിക്കറിയാം. എന്നാലും മനസ്സിലാകാനാ അഭിഷേകം പ്രാപിച്ചവര്. തിരുമേശ എടുക്കുന്നവർ, വേർപാട് പാലിച്ച ദൈവമക്കൾ പാലിക്കുന്നവർ, അങ്ങനെയുള്ളവരുടെ കാര്യമായി നാം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മെ പോലെ പ്രത്യാശ വേറെ ആർക്കുമില്ല. സ്തോത്രം. നമ്മുടെ പ്രത്യാശയ്ക്ക് തീത്തോസ് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക പദമാണ് ഭാഗ്യകരമായ പ്രത്യാശ. 1-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത് നിത്യജീവന്റെ പ്രത്യാശ എന്ന. അങ്ങനല്ലയോ 1-ന്റെ 2-ാം വാക്യം വായിച്ചേ. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സകല കൽപ്പന പ്രകാരം തന്നെ ഫലമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിന് മുമ്പേ വാഗ്ദത്തം നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. അപ്പൊ നിത്യജീവന്റെ പ്രത്യാശ
അപ്പോൾ ഇവിടെ ഭാഗ്യകരമായ പ്രത്യാശ അല്ലെങ്കിൽ നിത്യജീവന്റെ പ്രത്യാശ. എന്തുവാ ഈ ഭാഗ്യകരമായ പ്രത്യാശ? ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചല്ലോ, ആ ഭാഗ്യകരമായ പ്രത്യാശ മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. ആ 12-ാമത്തെ വാക്യത്തിന്റെ ലാസ്റ്റ് ഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്. വായിച്ചേ 12-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം. 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം രണ്ടുപേരുടെ ചേർന്നങ്ങ് വായിക്കേ. യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും. യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. അപ്പൊ ശ്രദ്ധിക്കുക, എന്താ നമ്മുടെ പ്രത്യാശ? ഭാഗ്യകരമായ പ്രത്യാശ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. ഞാനും നിങ്ങളും ഈ ദുഷ്ടലോകത്തിൽ, പാപലോകത്തിൽ കാത്തിരിക്കുന്നത്, ഇനി കാത്തിരിക്കുന്ന ഒരു ഒറ്റ വിഷയം, ആ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അതാണ് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും. യേശുക്രിസ്തു ഒരിക്കൽ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. എന്തിന്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. കന്യകാസൂനുമായി ഈ ഭൂമിയിൽ അവിടുന്ന് തിരുവെടുത്ത് മുന്നമേ കുറിച്ചു വെച്ചതുപോലെ അവതരിച്ചു. എന്തിന്? സകല മനുഷ്യരെയും അവൻ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ. അതുകൊണ്ടാണല്ലോ ഗബ്രിയേൽ മാലാഖ വന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞത്, അവന് യേശുവെന്ന് പേരിടണം എന്ന് പറയാം. അവൻ രക്ഷിതാവാ. അവൻ മാനവജനതയെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വരിക കർമ്മമാർഗം കൊണ്ടല്ല, പുണ്യപ്രവർത്തി കൊണ്ടല്ല. ഒരു സാധനം എടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും വേണ്ട, ഉരുളുകയും വേണ്ട, നടക്കുകയും വേണ്ട, മുട്ടയിൽ വെടയണ്ട, ചെരുപ്പിട്ടോണ്ടും ചെരുപ്പിട്ട അതൊക്കെ ചെരുപ്പിട്ട് ഇടുകയോ ഇടാതിരിക്കുക അവനോ ഇഷ്ട. അതുകൊണ്ടൊന്നും രക്ഷപ്പെടുകയല്ല. സ്തോത്രം. വെള്ള വസ്ത്രം മാത്രം ധരിച്ചാലൊന്നും രക്ഷിക്കപ്പെടുകയല്ല. വെള്ള മാത്രം, ചുമന്നത് മാത്രം ഉടുത്താലൊന്നും രക്ഷപ്പെടുകയല്ല. കറുപ്പ് മാത്രം ഉടുത്തത് കൊണ്ട് കാര്യമായില്ല. മഞ്ഞ മാത്രം ഉടുത്തത് കൊണ്ടും കാര്യമല്ല. ഉടുക്കണമെന്നേ ഉള്ളൂ, ഏത് വേണേലും ഉടുക്കാം. പക്ഷെ നീ അങ്ങ് പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിന് 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട. ഹൃദയം കർത്താവിന് കൊടുക്കുക. അല്ല അവൻ എഴുന്നേറ്റ് ബഹളവും വെപ്രാളവും ഉണ്ടാക്കണ്ട. ഇരിക്കുന്ന ഇടത്ത്, കേൾക്കുന്ന ഇടത്തിരുന്ന് പറഞ്ഞാൽ മതി, യേശുവേ ഞാനൊരു പാപിയാ, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് അങ്ങ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണമെന്ന് ആര് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ഈ രാത്രി ചില ജീവിതങ്ങളുടെ രക്ഷയുടെ രാത്രിയാകട്ടെ. അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട. ഹൃദയം കർത്താവിന് കൊടുക്ക്. ഇന്ന് രാത്രി യേശു ക്രിസ്തു നിന്നെ രക്ഷിക്കും. രക്ഷിപ്പാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് മാത്രമാണ് രക്ഷിപ്പാൻ കഴിവുള്ളവൻ. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. സ്തോത്രം. ആരെ ആരാധിക്കണമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക് പറയാം, അവന് ദൈവത്തെ ആരാധിക്കണം. മനുഷ്യനെ ആരാധിക്കരുത്, മൃഗങ്ങളെ ആരാധിക്കരുത്, ഇഴജാതി, പറവജാതി, പക്ഷി, മൃഗാദികളെ ഒന്നും ആരാധിക്കരുത്, സൂര്യനെ ചന്ദ്രനെ ഒന്നും ആരാധിക്കരുത്, ഭൂചരകേജ വസ്തുക്കളെ ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തുവാ. അതെന്താ യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യ ആകാൻ കാരണം? ഒന്ന്, അവിടുന്ന് മാത്രമാണ് വീണ്ടെടുപ്പാൻ കഴിവുള്ളവൻ. വീണ്ടെടുക്കാൻ കഴിവുള്ളവനെ വേണം പ്രിയപ്പെട്ടവർ ആരാധിക്കുവാൻ. മാത്രമല്ല അവിടുന്ന് മരിച്ച് ഉയർത്ത ദൈവമാണ്, അതുകൊണ്ട് അവിടുത്തെ ആരാധിക്കണം. മാത്രമല്ല വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അവിടുന്ന് അവൻ ജയം പ്രാപിച്ചവനാ. ഇന്ന് രാത്രി ആരാധിക്കാൻ യോഗ്യനായ ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടല്ലയോ ആ പൊന്നും മൂരും കുന്തിരിക്കും കൊണ്ടുവന്ന് അവിടുത്തെ തൃപ്പാദത്തിൽ കാഴ്ചവെച്ച് അമ്മയും മോനും കിടക്കുന്നെങ്കിൽ വണങ്ങി അവനെ നമസ്കരിച്ചു ആരാധിച്ചതാണല്ലോ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. ആമേൻ. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തു. ഒന്ന് പകർന്നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നമൂര കുന്തിരിക്കം കാഴ്ചവെച്ചു. ഒന്ന് പകർന്നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നമൂര കുന്തിരിക്കം കാഴ്ചവെച്ചു. ഉന്നതാധികാരമുള്ള മന്നവൻ നിരന്നു തന്നർ സന്നമിച്ചു ഘോഷിക്കുന്നിതാ നിശങ്കമായി സിയോൻ മണവാളനെ. ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയുദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. ശ്രീ നരപതിയെ സിയോൻ മണവാളനെ.
പാട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ക്ലിഷ്ടമാക്കിടപ്പ് കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ, ശ്രീനരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയുദ്ധരിപ്പതിനായി കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയെ സിയോൻ മണവാളനെ, ശ്രീനരപതിയെ സിയോൻ മണവാളനെ. അപ്പൊ യേശു ക്രിസ്തു ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷത ആമൻ കന്യാസൂനുമായി ഈ ഭൂമിയിൽ അവതരിച്ചു. എന്തിന്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ചെറിയ സൂചന പൗലോസ് അവിടെ തരുന്നുണ്ട്. എബ്രായ ലേഖനം അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. 10-ന്റെ 26. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാതെ വന്ന 9-ാം അധ്യായത്തിന്റെ 26 ഒന്ന് വായിച്ചേ. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അപ്പോൾ ആദ്യത്തെ പ്രത്യക്ഷത ആമ മുഴുലോകത്തിന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ അത് വരുത്തി അവിടുന്ന് തിരുവെടുത്ത് കൊരിന്ത്യലേഖനം 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യത്തിന്റെ വെളിച്ചത്തിൽ അവൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജനിച്ച്, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജീവിച്ച്, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവൻ മരിച്ച്, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അടക്കി, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ഉയർത്തു. ഇത് അമ്മുമ്മ കഥയും കെട്ടുകഥയും ഊകാപോകതയും ഉമ്മാക്ക കഥയൊന്നുമല്ല, ഇത് നടന്ന കാര്യമാണ്. പ്രൈസ് ദ ലോർഡ്. തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടെ നീ ഭൂമിയിൽ ജനിച്ചത്. ജനിക്കുന്നതിന് എത്രയോ കൊല്ലം മുമ്പ് പറഞ്ഞു എനിക്ക് വന്ന് കൃത്യം സ്ഥലം പറഞ്ഞ് കൃത്യം സ്ഥലത്താ നമ്മൾ എനിക്ക് വന്ന് പറഞ്ഞെടുത്തൊന്നും സ്തോത്രം. ആശുപത്രി എനിക്ക് വന്ന ഓർത്തത്, പക്ഷെ വേറെ ആശുപത്രിയിലാ പോയി ജനിച്ചത്. അത് ജനിക്കേണ്ട സമയത്തുമല്ല. ചെല്ലുപടത്തിലെ കുഞ്ഞ് പിന്നെ 7-ാം മാസം. ഞാൻ നിങ്ങളെല്ലാം കണക്ക് തെറ്റിയായി ജനിച്ചത്. കൃത്യത്തിന് ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. നമ്മളെല്ലാം കണക്ക് തെറ്റി ജനിച്ചത് കൊണ്ടാണ് നമ്മുടെ ഇരിപ്പ് നോട്ടം കാണും പറയും അതെല്ലാം പിശകി ജനിച്ചതാണ്. പിന്നെ ആ മുഖവും ഇരിപ്പും പരുവക്കേടും കാണും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എല്ലാം കണക്ക് തെറ്റി ജനിച്ചതാണ്. ആദ്യം എന്നെ നോക്കേ. കൃത്യത്തിന് വല്ലതും ജനിക്കായിരുന്നു ഇങ്ങനെ നിൽക്കുവോ? സ്തോത്രം. ഞാൻ നിങ്ങളെല്ലാം കണക്ക് തെറ്റി പറന്നവരാ. എന്ന കൃത്യത്തിന് പറന്ന ഒരുവനേ ഉള്ളൂ, ക്രിസ്തു. സ്തോത്ര. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവൽ ഇവന്താനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവൽ ഇവന്താനേ. ഇവനെ 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 ക്രിസ്തേശുരേ രക്ഷകൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശുരേ രക്ഷകൻ ഇവൻ താനേ. ആദിയിൽ പർവ്വതത്തിൽ നാദൻ വാക്കു ചൊന്ന നാരികിൻ സന്തതി വന്താനേ. ആദിയിൽ പർവ്വതത്തിൽ നാദൻ വാക്കു ചൊന്ന നാരികിൻ സന്തതി വന്താനേ. ഇവനെ 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 ക്രിസ്തേശുരേ രക്ഷകൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശുരേ രക്ഷകൻ ഇവൻ താനേ. ഇത് തിരുവെടുത്ത് പറഞ്ഞതുപോലെ ക്രിസ്തു ജനിച്ചത്.
ഇന്ന സ്ഥലത്ത് ജനിക്കു പറഞ്ഞു, സൂക്ഷ അവിടെ ജനിച്ചു. കന്നിപ്രസംഗം ഇന്ന സ്ഥലത്താണ് പറഞ്ഞു, സൂക്ഷ അവിടെ കന്നിപ്രസംഗം. ഇരുട്ടിൽ നിന്ന് ജനം വലിയൊരു വെളിച്ചം കണ്ടു. യെശയ്യാ 9. സൂക്ഷം കന്നിപ്രസംഗം അവിടെ. അല്ല ഏറ്റേച്ച് വേറെ സ്ഥലത്ത് പോയി പ്രസംഗിക്കല്ലായിരുന്നു. സൂക്ഷം അങ്ങനെ സംഭവിക്കാമായിരുന്നു. സ്തോത്രം. എന്ന കർത്താവ് അങ്ങനല്ല. അവിടുത്തെ ആദ്യത്തെ കന്നിപ്രസംഗം ഇന്ന സ്ഥലത്താണ്, സൂക്ഷം അവിടെ വന്ന് പ്രസംഗിച്ചു. ആദ്യത്തെ അത്ഭുതം ഇന്നടത്ത് നടത്തുമെന്ന് മുന്നേ അറിയിച്ചതാ, സൂക്ഷം കാനാവിൽ. അത് ഉൽപ്പത്തി 49:20 പ്രവചനം നിറവേറിയത് ആശേറിനോടുള്ള ബന്ധത്തിൽ. സൂക്ഷം അവിടെ തന്നെ. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. എല്ലാം തിരുവെടുത്ത് പറഞ്ഞതുപോലെ. ദൂതൻ വന്ന് പറഞ്ഞു ഒരു കാര്യം, ഓസപ്പെ കൊച്ചിനെ എടുത്തോണ്ട് ഓടിക്കോളാൻ പറഞ്ഞു. എങ്ങോട്ട്? സ്തോത്രം. ഓടിക്കോ, ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞു. ഹരോദാവ് കൊച്ചുങ്ങളെ കൊല്ലാൻ. സ്തോത്രം. മിസ്രയീമിൽ ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി. അത് കൃത്യം അതുപോലെ നിറവേറി. അത് കഴിഞ്ഞപ്പോ പിന്നെയും പ്രശ്നം. അന്നാരും നസറേത്തിൽ പോയി താമസിച്ചു. അവൻ നസറായനെന്ന് അറിയപ്പെടാൻ. എല്ലാം തിരുവെടുത്ത് പറഞ്ഞതുപോലെ. അറിയാമല്ലോ, നിങ്ങളോട് ആ ഭാഗം ഒന്നും പറയണ്ട. എല്ലാം തിരുവെടുത്ത്, ഊഹാഭോഗം കെട്ടുകഥയൊന്നുമല്ല. അവിടുന്ന് തിരുവെടുത്ത് പറഞ്ഞതുപോലെ തിരുപ്പറവി, തിരുവെടുത്ത് പറഞ്ഞതുപോലെ യാത്ര, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജീവിതം, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ശുശ്രൂഷ, തിരുവെടുത്ത് പറഞ്ഞതുപോലെ കഷ്ടാനുഭവങ്ങൾ, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അടക്കം, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ഉയർപ്പ്. ഇന്നും തിരുവെടുത്ത് പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു. അങ്ങനെങ്കിൽ തിരുവെടുത്ത് പറയുന്നത് പോലെ അവിടുന്ന് തിരിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയ്ക്ക് ആ പൗലോസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഭാഗ്യകരമായ പ്രത്യാശ. ഈ പ്രത്യാശ ഇതര വ്യക്തികൾക്കില്ല, ഇത് വേർപെട്ട ദൈവമക്കൾക്കാ. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, ആ പ്രത്യക്ഷത രണ്ടാം വരവിന്റെ 1-ാം ഭാഗമാണ് നമ്മുടെ പ്രതീക്ഷ. രണ്ടാമത്തെ വരവിന്റെ അതിന് മേഘപ്രത്യക്ഷത എന്നുള്ള പ്രയോഗമൊക്കെ സാധാരണ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. അതാണ് നമ്മുടെ പ്രതീക്ഷ. യേശു ക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടാൻ പോവുക. അതെന്തിന്? തിരുസഭയെ ചേർക്കാൻ. ദൈവത്തിന് മകൻ. അതാണ് നമ്മുടെ പ്രത്യാശ. ആട്ടെ, മുമ്പോട്ട് ഓടിച്ചു പോകാം. ദൈവത്തിന് സ്തോത്രം. എപ്പോഴാണ് അവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നത്? എപ്പോൾ പ്രത്യക്ഷപ്പെടും? കൃത്യമായ സമയമൊന്നും പറഞ്ഞിട്ടില്ല. മഹത്വ പ്രത്യക്ഷ ബന്ധത്തിലാണെങ്കിലും മത്തായി 24 മർക്കോസും ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ ആമേൻ അതിന് ടൈം ഒന്നും പറഞ്ഞിട്ടില്ല. നിനയാത്ത നാഴികയിലാണ് വരുന്നത്. പക്ഷെ കർത്താവ് തന്നെ ഒലിവുമലയിൽ ശിഷ്യന്മാരുമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ശിഷ്യവൃന്ദങ്ങൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് നിന്റെ വരവിൽ ലോകാവസാനത്തിനും അടയാളം. അപ്പൊ കർത്താവ് മഹത്വ പ്രത്യക്ഷതയോടെ ബന്ധത്തിലാണെങ്കിലും പറഞ്ഞ ഒരു കാര്യം ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, നോഹയുടെ കാലം പോലാണ്. ആ നോഹയുടെ കാലത്ത് ഒരു പ്രത്യേകത എല്ലാവരും ബോധിച്ച പോലെ നടക്കുക. ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ അങ്ങനെയല്ലയോ? ഒന്ന് വായിച്ച ഉൽപ്പത്തി പുസ്തകം, നമുക്ക് അറിവുള്ള വാക്യമായെങ്കിലും ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരെ എടുത്തു. അപ്പൊ ഈ ഭാര്യമാരായിട്ട് തെരഞ്ഞെടുക്കുക, കുടുംബജീവിതം നയിക്കുക, അത് ദൈവകൃപ കണ്ട് തെരഞ്ഞെടുത്തെന്നല്ല, പിന്നെയോ ബോധിച്ച പോലെ സൗന്ദര്യം കണ്ട് തെരഞ്ഞെടുത്തുന്ന. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പെല്ലാം അങ്ങനെ കാശും സൗന്ദര്യവും ഒക്കെ കണ്ട വിദ്യാഭ്യാസം, അത് തെറ്റാന്നല്ല, സൗന്ദര്യം നല്ലതാ, വിദ്യാഭ്യാസം നല്ലതാ, പൈസയൊക്കെ അത്യാവശ്യം. പക്ഷേ എല്ലാറ്റിലും ഉപരി ദൈവകൃപയാ വിഷയം. ദൈവകൃപയാ വിഷയം. നിങ്ങൾ വചനത്തിലൊക്കെ തിട്ടമുള്ളവർ, അതുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കണ്ടെങ്കിലും ആ ഭാഗം നിങ്ങൾക്കറിയാം. യഹോശാഫാത്ത് ആഗാവുമായിട്ട് സംബന്ധം ഉണ്ടായെന്ന എന്ന് പറഞ്ഞ് യഹോശാഫാത്തിന്റെ മോൻ യഹോരാമിനെ കൊണ്ട് ആഗാബിന്റെ മോൾ അദല്യായെ കെട്ടിച്ചു. ഇത് ദൈവകൃപ നോക്കി കെട്ടിച്ചതല്ല, കാശ് നോക്കി കെട്ടിച്ചതാ. ആ 18-ാം അധ്യായത്തിന്റെ 1-2 വായിച്ച്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1-2. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അവൻ ആഹാബിനോട് സംബന്ധം കൂടി എന്ന് പറഞ്ഞാൽ, ഇത് വചനം ധ്യാനിക്കുന്നവർക്ക് ഈ ഭാഗം കുറച്ചുകൂടെ പുതുതായിട്ട് ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വരും. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അവൻ ആഗാവുമായിട്ട് സംബന്ധം കൂടി എന്ന് പറഞ്ഞ യഹോശാഫാത്തിന്റെ മോൻ യഹോരാമിനെ കൊണ്ട് ആഗാബിന്റെ മോൾ അദല്യായെ കെട്ടിച്ചു. ഇത് ദൈവകൃപ നോക്കി വിവാഹം ബന്ധത്തിൽ ഏർപ്പെട്ടതല്ല, കാശാ വിഷയം. കാശും പൊസിഷനും
കാരണം രണ്ടും റോയൽ ഫാമിലി. ഒന്ന് ആഹാബിന്റെ കുടുംബം, ഇപ്പൊ യഹോശാഫാത്തിന്റെ കുടുംബം. ഫാമിലി നല്ലതാ. നമ്മൾ പറയുന്നത് നല്ല സെറ്റപ്പാണ്, നല്ല സെറ്റപ്പാണ് ഫാമിലി സെറ്റപ്പ്. പിന്നെ രണ്ടും അറിയാമല്ലോ, രണ്ട് പ്രഗത്ഭരായ രണ്ട് പേരുടെ മക്കള്. ഈ കല്യാണം ദൈവഹിതമല്ല, ഇത് കാശും പുത്തനെ നോക്കി കെട്ടിച്ചതാ. ഞാൻ കഴിഞ്ഞ ദിവസവും പ്രസംഗിച്ചു പറഞ്ഞ, പണ്ടൊക്കെ പെന്തിക്കോസുകാരാന്നില്ല നമ്മള്. പെന്തിക്കോസുകാർ കല്യാണം ആലോചിക്കുമ്പോൾ ഒത്തിരി കാര്യം ചോദിക്കും. രക്ഷിക്കപ്പെട്ടതാണോ? അയ്യോ പിന്നെ. ഉറപ്പിക്കത്തില്ല. സ്നാനപ്പെട്ടതാണോ? അയ്യോ പിന്നെ. കല്ലടയാറ്റില്ല അവനെ മുക്കിയത്. അപ്പൊ അതിനകത്ത് പാലത്തെ വരെ ആൾക്കാർ ഞാൻ കിടക്കുകയായിരുന്നു അവന്റെ. എന്നാലും ഉറപ്പിക്കത്തില്ല. അവൻ അഭിഷേകം പ്രാപിച്ചാന്നോ? അതോ എല്ലാവരും ആത്മാവിലാകുമ്പോൾ അവൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാന്നോ? അവൻ അഭിഷേകം പ്രാപിച്ചാ? അയ്യോ അവൻ അവന്റെ അടുത്ത് പോലും ഇരിക്കാൻ മേല അത്രയ്ക്ക്. പിന്നെ പണ്ടൊക്കെ അങ്ങനെ. അടുത്ത ചോദ്യം, അവൻ സഭായത്തിന് വരുമോ? കാരണം പ്രാപിച്ചാലും ഇങ്ങോട്ട് വരികയല്ല, എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക, പ്രാപിച്ച് അവിടെ തന്നെ ഇരുന്ന് കുലുങ്ങുക. ഇപ്പൊ ഈ കോവിഡ് വന്നതിന്റെ ചില നിയമങ്ങൾ ഗവൺമെന്റ് ചെയ്തു, അത് നല്ലത്. പക്ഷെ ഇപ്പൊ അതൊരു നല്ല താരിപ്പാക്കി പലരും കണ്ടിരിക്കുക. ഹോളിലോട്ട് വരാൻ മേല. ഒറ്റ കല്യാണം വിടുകയില്ല, പക്ഷെ സഭാഹോളിൽ കയറുകയില്ല. ഞാൻ പലരെ ശ്രദ്ധിക്കും, സഭായത്തിന് വരത്ത തള്ള എവിടെ നിന്ന് ഐസ്ക്രീം തിന്നുന്നു. അവർക്ക് വയ്യ, ഡെസ്കെ പിടിച്ചോണ്ടാവരണം. ഞാൻ തമാശ പറഞ്ഞ എൻ്റെ കണ്ണിന് കണ്ടതാ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, സഭായത്തിനൊന്നും ഇപ്പൊ വയ്യ, കോവിഡ് അല്ലയോ? തമാശയായിട്ട് പറഞ്ഞ് ചിരിക്കാൻ പറഞ്ഞതല്ല, കണ്ണിന് കണ്ട കാര്യമാണ്. പള്ളി മാത്രം വരാൻ, അതിന് പള്ളി കോവിഡ്, കല്യാണത്തിനോ ഒരു കോവിഡും. നിന്നെ ദൈവം കീറും, ഇനി എന്നാ കീറാനാ? സ്തോത്ര. പിന്നെ വേറൊരു മറുവശമുണ്ട്. ഈ മിക്ക പള്ളിയിൽ ഇപ്പൊ ചെല്ലുന്നതും അസ്വസ്ഥത, അതിനകത്ത് മുഴുവൻ ബഹളവും പഴക്കും പിടുത്തവുക. പിന്നെ ആൾക്കാരൊക്കെ വെറുതെ അവിടെ പോയി തല്ലുകൊള്ളുന്നതല്ലേ നല്ലത്. കുടുംബത്തിരുന്നാൽ തല്ലുകൊള്ളുകയല്ലോ. അല്ല, മറുവശവും. എന്നാൽ ഒരു കാര്യം, ആരാധനയും പ്രാർത്ഥനയും വചന ശുശ്രൂഷയും കൂട്ടായ്മകളിലെടുത്ത് മുടക്കരുത്, ചെന്ന് സംബന്ധിച്ചോണം. പ്രൈസ് ദി ലോർഡ്. അത് മുടക്കരുത്. അപ്പൊ ഇവിടെ ആ ഭാഗം ഈ യഹോശാഫാത്തുമായിട്ട് സംബന്ധം. അപ്പൊ ഈ കല്യാണം ആലോചിക്കുമ്പോൾ അങ്ങനെ അവൻ അഭിഷേകം പ്രാപിച്ചായിരുന്നു. പിന്നെ സഭായത്തിന് വരുമോ? അയ്യോ അവനാ സഭാഗോള് തുറക്കുകയും പൂട്ടുകയും ചെയ്ത്. രണ്ടാമത് പറഞ്ഞവർ മിക്കടുത്തും ഉണ്ടേതാ, അവർ പൂട്ടിയേച്ച് പോയി. മറ്റേ ഗ്രൂപ്പുകാർ പുതിയതാഴ് അത് തല്ലിപ്പറിച്ചേച്ച് പുതിയതായിട്ട് അവന് സംഘം പിന്നെ വന്ന പെടാതെ പുതിയതാ. ഉടനെ ഇവൻ ഇത് അടിച്ചു പറിച്ച് അവസാനം ദൂതന്മാർ വരേണ്ട സ്ഥലത്ത് പോലീസ് എല്ലാം കൂടെ വന്ന്, നിങ്ങൾ 8 മുതൽ 10 വരെ കയറിയാട്ടെ. അവിടെ പോലീസ് തോക്കുമായിട്ട് അവിടെ നിൽക്കുക. വല്ല കാര്യമുള്ള കാര്യം. പാസ്റ്റർ പറ, കർത്താവേ ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന ആരാ? കുനിഞ്ഞു നോക്കുന്ന പോലീസ് ആടാ. നീ അവിടെ നിന്ന് വല്ല വിക്രിയ കാണിക്കുന്നുണ്ടെന്ന് അവന്മാരവിടെ കുനിഞ്ഞു നോക്കുന്നു. അത് നിങ്ങൾക്ക് ഇടയ്ക്ക് നാരങ്ങാ വെള്ളം കൊണ്ട് കൊടുക്കണം. വരുന്ന മെനക്കേടെന്തല്ലാന്ന് ഓർത്തോണം. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പണ്ടൊക്കെ ഇത് ചോദിക്കും, അവനെ സഭായത്തിന് വരുമോ? അന്നേരം പറഞ്ഞു, അയ്യോ അവൻ സഭായത്തിന് അവൻ ആ ഹോള് വന്ന് തുറക്കുകയും അത് കഴിഞ്ഞെല്ലാം ക്രമീകരിച്ച് പൂട്ടുകയൊക്കെ ചെയ്തു. ഉടനെ ചോദിക്കും, ആട്ടെ അവൻ കർത്തൃമേശ എടുക്കുമോ? തിരുമേശ. പണ്ടൊക്കെ അത് ചോദിക്കും. ഞാന് പെന്തിക്കോസുകാരോടൊരു കാര്യം പറയാം, വിശേഷിച്ച് ശുശ്രൂഷകന്മാരോടും എന്നെ കേൾക്കുന്നവരോട്. ദൈവസഭയ്ക്കകത്ത് തിരുമേശ എടുക്കാൻ പ്രാഗപ്പില്ല ഇല്ലാത്തവൻ ഒരു അഭിപ്രായവും പറയരുത്. എല്ലാ ആഴ്ചയിലും തിരുമേശ നടത്തുന്നതാ ശരിയായ ആരാധന. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ക്ലാസ്സിന് ഇരുന്നിട്ടില്ലെങ്കിലും വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തിലും IPCയുടെ അഭിമാനമായിരുന്നല്ലോ മൺമറഞ്ഞ TG ഉമ്മച്ചനപ്പച്ചൻ അവർകൾ. അദ്ദേഹത്തിന്റെ അടിസ്ഥാന വേദോപദേശമൊക്കെ കേട്ടിട്ടുള്ളവരായി ഇവിടെ ഇരിക്കുന്ന പലരും, സണ്ണിച്ചാനൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാ. തിരുമേശയില്ലാത്ത ആരാധനയല്ല. സ്തോത്രം. ഇത് മാസത്തിൽ 1, 2 മാസം കൂടുമ്പം എന്നെ ചന്ദ്രനുദിക്കാന്നു. അപ്പൊ ഇത് എല്ലാ ആഴ്ചയിലും നടത്തണം, കുറഞ്ഞ പക്ഷം. അങ്ങനെ ഇത് നടത്തുമ്പോൾ അതിൽ പ്രാഗൽഭ്യത്തോടെ എടുക്കാൻ ഒക്കാത്തവരുണ്ടല്ലോ, അതിന് അഭിപ്രായം ഒന്നും പറയരുത്. അവിടെ ഇരുന്നോണം. ഇത് അഭിഷേകം പ്രാപിച്ചില്ല, തിരുമേശ എടുക്കുകയില്ല, അവനാ നിയന്ത്രിക്കുന്നത്.
ഇതെല്ലാം ഗുണ്ടകളുടെ കയ്യിലായെന്ന് മിക്കതും. സ്തോത്രം. പാടില്ല. ഇത് കർക്കശ ഉപദേശമാ. അപ്പൊ ശ്രദ്ധിക്കുക, തിരുമേശ പ്രാഗൽഭ്യത്തോടെ എടുക്കണം. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. തിരുമേശ എടുക്കണം. അപ്പൊ പണ്ടങ്ങനെ ചോദിക്കാം, അവൻ തിരുമേശ എടുക്കുവോ? കല്യാണം ഉറപ്പിക്കണേ അങ്ങനെയൊക്കെ ചോദിക്കും. രക്ഷിക്കപ്പെട്ടോ, സ്നാനപ്പെട്ടോ, അഭിഷേകം പ്രാപിച്ചോ, സഭായത്തിന് വരുവോ, തിരുമേശ എടുക്കുവോ? പിന്നെ പഴയ അപ്പന്മാർ ഒരൊക്കെ ഒരു ചോദ്യം കൊണ്ട് ചോദിക്കും, അവൻ ദശാംശം കൊടുക്കുവോ എന്ന് ചോദിക്കും. അതും ചോദിക്കും പണ്ട്. അപ്പം ചെല്ല് പറയോ, ദശാംശമല്ല, അവൻ ഗലാത്യർ 6:6 അടിസ്ഥാനം. ഓഹരി കൊടുക്കുന്നവന് ദശാംശം പഴയ പ്രമാണമില്ലേ? ആ, ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. അങ്ങനെയൊക്കെയാ പണ്ട്. ഇപ്പോഴൊന്നും അങ്ങനല്ല. ഇപ്പൊ ചോദിക്കുന്നത് എങ്ങനെയുണ്ട് സെറ്റപ്പ്? അവന് നല്ല സെറ്റപ്പ്. എങ്ങനെയുണ്ട് ചുറ്റുപാട്? അയ്യോ, ചുറ്റും പാടാ. ഷർട്ട് ഊരി അവന്റെ ചുറ്റും പാടാ. കാരണം സൽസ്വഭാവം കണ്ട് നാട്ടുകാരെല്ലാം കയറി പെരുക്കിയേച്ച്